നമസ്കാരം. പശ്ചിമേഷ്യയിൽ ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ഇറാനെതിരെ നടത്തുന്ന നീക്കങ്ങൾ 4ാം ആഴ്ചയിലേക്ക് പ്രവേശിക്കുമ്പോൾ ലോകം ഉറ്റുനോക്കുന്നത് അപ്രതീക്ഷിതമായിട്ടുള്ള തിരിച്ചടികളിലേക്കാണ്. ഇറാൻ്റെ ഭരണകൂടത്തെയും സൈനിക സംവിധാനങ്ങളെയും തളർത്തുക എന്ന ലക്ഷ്യത്തോടെയുള്ള ആക്രമണങ്ങൾ മുൻപെങ്ങുമില്ലാത്ത വിധം ശക്തമായിട്ട് തുടരുന്നു. സാധാരണ യുദ്ധമുറകളിൽ നിന്നൊക്കെ തന്നെ മാറിക്കൊണ്ട് ഭരണ നേതൃത്വങ്ങളെയും സുപ്രധാന വ്യക്തികളെയും ടാർഗറ്റ് ചെയ്യുന്ന തന്ത്രമാണ് ഇസ്രായേൽ ഇവിടെ പയറ്റുന്നത്. 8 or 9 പ്രമുഖ ആണവ ശാസ്ത്രജ്ഞന്മാരെ വധിച്ചിട്ടും ഇറാൻ്റെ ആണവ പദ്ധതികൾ നിശ്ചലമാക്കാൻ സാധിച്ചിട്ടില്ല എന്നത് ഈ പോരാട്ടത്തിൻ്റെ തീവ്രത വർദ്ധിപ്പിക്കുകയാണ്. സൈനിക നേതൃത്വത്തെയും IRGC തലപ്പത്തുള്ള പ്രമുഖരെയും ഇല്ലാതാക്കി ഇറാൻ്റെ ആത്മവീര്യം തകർക്കാനാണ് ഇസ്രായേൽ ശ്രമിക്കുന്നത്. 2ാം ലോകമഹായുദ്ധത്തിന് ശേഷം ലോകം സാക്ഷ്യം വഹിക്കുന്ന ഏറ്റവും സങ്കീർണമായിട്ടുള്ള അപ്രഖ്യാപിത യുദ്ധങ്ങളിലൊന്നായിട്ട് ഇത് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഔദ്യോഗികമായി ഒരു യുദ്ധപ്രഖ്യാപനം ഉണ്ടായിട്ടില്ലെങ്കിലും വ്യോമാക്രമണങ്ങളും മിസൈൽ വർഷങ്ങളും കൊണ്ട് ഇറാൻ കനത്ത നാശനഷ്ടങ്ങൾ നേരിടുന്നുണ്ട്. ഇറാൻ്റെ പരമോന്നത നേതാവായിരുന്ന അലി ഖമനേയി കൊല്ലപ്പെട്ടത് ഫെബ്രുവരി 28-ന് യുദ്ധത്തിൻ്റെ ആദ്യ മണിക്കൂറുകളിൽ തന്നെയായിരുന്നു എന്നത് ഈ സംഘർഷത്തിൻ്റെ വ്യാപ്തി വെളിപ്പെടുത്തുന്നു. ഒരു രാജ്യത്തിൻ്റെ ആത്മീയവും രാഷ്ട്രീയവുമായിട്ടുള്ള ചാലകശക്തിയെ തന്നെ ഇല്ലാതാക്കുന്നതിലൂടെ ഇറാനെ അസ്ഥിരപ്പെടുത്താമെന്നതായിരുന്നു അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും കണക്കുകൂട്ടൽ. എന്നാൽ വ്യക്തികളെ വധിച്ചതുകൊണ്ട് മാത്രം ഒരു വ്യവസ്ഥിതിയെ തകർക്കാനായിട്ട് കഴിയില്ലെന്ന് ഇറാൻ ഇപ്പോൾ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. സുപ്രധാന നേതാക്കളായിട്ടുള്ള അലി ലാരിജാനി, ഇൻ്റലിജൻസ് ചുമതലയിലുണ്ടായിരുന്ന മന്ത്രി ഇസ്മയിൽ ഖാത്തിബ് തുടങ്ങിയവരുടെയൊക്കെ വധം ഇറാന് വലിയ ആഘാതമാണ് സൃഷ്ടിച്ചത്. സുരക്ഷാ കൗൺസിലിൻ്റെയും രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെയും തലപ്പത്തുള്ളവർ ഇല്ലാതാകുന്നത് ഏതൊരു രാജ്യത്തെയും തളർത്തുന്ന ഒരു കാര്യം തന്നെയാണ്. എന്നാൽ ഇറാൻ്റെ ആഭ്യന്തര ഘടനയിൽ ഓരോ ഉന്നത നേതാവിനും പകരമായിട്ട് മറ്റൊരാളെ നിമിഷങ്ങൾക്കുള്ളിൽ അവരോധിക്കാനുള്ള ഇൻറ്റേർണൽ ഡൈനാമിക്സ് അത് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നേതൃത്വത്തെ ലക്ഷ്യം വെച്ചുള്ള കൊലപാതകങ്ങൾ കൊണ്ട് ഇറാനെ പൂർണ്ണമായി നിശബ്ദമാക്കാനായിട്ട് സഖ്യകക്ഷികൾക്ക് സാധിക്കുന്നില്ല. നേതൃത്വം നഷ്ടപ്പെടുമ്പോൾ കൂടുതൽ കരുത്തോടുകൂടി ജനത ഒന്നിക്കുന്ന കാഴ്ചയാണ് അവിടെ ദൃശ്യമാകുന്നത്. ഭരണകൂടത്തിൻ്റെ കർശനമായിട്ടുള്ള നിലപാടുകളോടും അതോടൊപ്പം തന്നെ മനുഷ്യാവകാശ ലംഘനങ്ങളോടും വിയോജിപ്പുള്ള വലിയൊരു വിഭാഗം ജനങ്ങൾ ഇറാനിലുണ്ട്. എന്നാൽ വിദേശ ശക്തികളുടെ ആക്രമണം നേരിടുമ്പോൾ ഈ ആഭ്യന്തര ഭിന്നതകൾ മറന്നുകൊണ്ട് ഭരണകൂടത്തിന് പിന്നിൽ അണിനിരക്കുന്ന പ്രവണതയാണ് കണ്ടുവരുന്നത്. അലി ഖമനേയിയെ ഒരു പിതൃസ്ഥാനീയനായി കണ്ടിരുന്ന ജനതയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ വധം വലിയൊരു വൈകാരിക ആഘാതമായിരുന്നു ഉണ്ടാക്കിയത്. ഈ വൈകാരികതയെ പ്രതിരോധ വീര്യമാക്കി മാറ്റാൻ ഇറാന് സാധിച്ചു. രാജ്യത്തിൻ്റെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമായിട്ട് ജനങ്ങൾ ഇതിനെ കാണുകയാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ആഭ്യന്തര പ്രക്ഷോഭങ്ങൾ പോലും വഴിമാറി നിൽക്കുകയും രാജ്യം സൈന്യത്തോടൊപ്പം തന്നെ ചേരുകയും ചെയ്യുന്നു. സാമ്പത്തികമായിട്ട് ഇറാനെ തളർത്തുക എന്ന ആ ഒരു തന്ത്രമാണ് അമേരിക്ക ഇപ്പോൾ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. ഇറാൻ്റെ എണ്ണക്കപ്പലുകൾ അന്താരാഷ്ട്ര വിപണിയിലേക്ക് നീങ്ങുന്നത് തടയുന്നതിലൂടെ അവരുടെ വരുമാന സ്രോതസ്സുകൾ അടയ്ക്കാനായിട്ട് അമേരിക്കയ്ക്ക് സാധിച്ചു. ഇതാകട്ടെ ഇറാനിൽ കടുത്ത വിലക്കയറ്റത്തിനും സാമ്പത്തിക പ്രതിസന്ധിക്കും കാരണമായിട്ടുണ്ട്. ഉപരോധങ്ങൾ കടുപ്പിക്കുക വഴി രാജ്യത്ത് ആഭ്യന്തര അസ്വസ്ഥതകൾ സൃഷ്ടിക്കാനാണ് പാശ്ചാത്യ ശക്തികൾ ശ്രമിക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ ഇറാനിലുണ്ടായ പ്രക്ഷോഭങ്ങൾ ഇതിൻ്റെ സൂചനയായിരുന്നുവെങ്കിലും ഭരണകൂടം ഇതിനെയെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു. സാമ്പത്തികമായിട്ടുള്ള ശ്വാസമുട്ടികൾ കൊണ്ട് മാത്രം ഒരു രാജ്യത്തെ കീഴടക്കുക പ്രായോഗികമല്ലെന്ന് ഈ സാഹചര്യം വ്യക്തമാക്കുകയാണ്. നേരിട്ടുള്ള ബലപ്രയോഗത്തിലൂടെ ഇറാനെ വരുതിയിലാക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഹിറ്റിംഗ് ബിലോ ദ ബെൽറ്റ് എന്ന ആ ഒരു തന്ത്രത്തിലേക്കാണ് ഇസ്രായേൽ ഇപ്പോൾ കടന്നിരിക്കുന്നത്. ഇറാൻ്റെ നിലനിൽപ്പിൻ്റെ ആധാരമായിട്ടുള്ള എണ്ണപ്പാടങ്ങളെയും റിഫൈനറികളെയും ഒക്കെ തന്നെ വാതക ശേഖരങ്ങളെയും ലക്ഷ്യം വെച്ചുള്ള ആക്രമണങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ടാണ്. 80% എണ്ണ ചൈനയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഇറാൻ ഈ വരുമാന മാർഗം കൂടി തടയപ്പെട്ടാൽ പൂർണ്ണമായും തകരുമെന്നാണ് സഖ്യകക്ഷികൾ കരുതുന്നത്. എന്നാൽ ഇത്തരം സാമ്പത്തിക കേന്ദ്രങ്ങളെ തകർക്കുന്നത് ആത്യന്തികമായിട്ട് ഇറാനിലെ സാധാരണ ജനങ്ങളെയാണ് ബാധിക്കുന്നത്. ഗവൺമെൻറ്റിനോടാണ് യുദ്ധമെന്ന് പ്രഖ്യാപിക്കുമ്പോഴും ജനങ്ങളുടെ ജീവിതോപാധികൾ തകർക്കുന്നത് വലിയൊരു ധാർമ്മിക ചോദ്യമായി അവശേഷിക്കുകയാണ്. ഇറാൻ്റെ ഭൂപ്രകൃതി അത് ഏതൊരു അധിനിവേശ സൈന്യത്തിനും വലിയ വെല്ലുവിളി തന്നെയാണ് ഉയർത്തുന്നത്. വിയറ്റ്നാം യുദ്ധത്തിൽ അമേരിക്ക നേരിട്ട പരാജയം ഇവിടെയും ആവർത്തിക്കപ്പെടുമോ എന്ന് പ്രതിരോധ വിദഗ്ധർ ആശങ്കപ്പെടുന്നുണ്ട്. വിയറ്റ്നാമിലെ വനാന്തരങ്ങൾ അമേരിക്കൻ സൈന്യത്തിന് ചതിക്കുഴിയായതുപോലെ ഇറാൻ്റെ പീഠഭൂമികളും മലനിരകളുമൊക്കെ തന്നെ വലിയ പ്രതിരോധം തീർക്കാൻ പ്രാപ്തിയുള്ളവയാണ്. കരയുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയാൽ അത് അമേരിക്കയ്ക്ക് വലിയൊരു തിരിച്ചടിയാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നേരിട്ടുള്ള കടന്നുകയറ്റത്തിന് പകരമായിട്ട് ദീർഘദൂര ആക്രമണങ്ങളിലും ഉപരോധങ്ങളിലും സഖ്യകക്ഷികൾ ശ്രദ്ധ ഇപ്പോൾ കേന്ദ്രീകരിക്കുന്നത്. യുദ്ധം നീട്ടിക്കൊണ്ടുപോയി ഇറാനെ ക്ഷീണിപ്പിക്കുക എന്നതാണ് അമേരിക്കയുടെ ഇപ്പോഴത്തെ തന്ത്രം. വെനിസ്വേലയിൽ നടത്തിയതുപോലെ ഒരു കമാൻഡോ ഓപ്പറേഷനിലൂടെ ഭരണം അട്ടിമറിക്കാമെന്ന അമേരിക്കയുടെ കണക്കുകൂട്ടലുകൾ
ഇറാനിൽ പാളിപ്പോവുകയാണ് ചെയ്തത്. വെനസ്വേലയിൽ കാര്യമായ ആൾനാശമില്ലാതെ നേതൃമാറ്റം നടത്താനായിട്ട് അമേരിക്കയ്ക്ക് കഴിഞ്ഞിരുന്നു. എന്നാൽ ഇറാൻ എന്നത് സൈനികപരമായും അതോടൊപ്പം തന്നെ രാഷ്ട്രീയപരമായും വളരെ വലിയൊരു ശക്തിയാണ്. അമേരിക്ക തയ്യാറാക്കിയ തിരക്കഥ അനുസരിച്ച് കാര്യങ്ങൾ നീങ്ങാത്തത് അത് സഖ്യകക്ഷികളെ സംബന്ധിച്ച് അവർക്ക് തലവേദനയാകുന്നുണ്ട്. ആണവായുധ നിർമ്മാണത്തെ തടയാനായിട്ട് കഴിഞ്ഞേക്കുമെങ്കിലും ഇറാനെ പൂർണ്ണമായിട്ടും കീഴ്പ്പെടുത്തുക എന്നത് ഇപ്പോഴും വിദൂര സ്വപ്നമായി തന്നെ തുടരുകയാണ്. ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിൽ മാത്രം ആക്രമണം ഒതുക്കുന്നതിന് പകരമായിട്ട് സാധാരണക്കാരുടെ ജീവിതത്തെ തന്നെ ബാധിക്കുന്ന മേഖലകളിലേക്ക് യുദ്ധം പടരുന്നത് മേഖലയിലെ മറ്റ് രാജ്യങ്ങളെയും ബാധിക്കുന്നുണ്ട്. ഗൾഫ് രാജ്യങ്ങളുടെ സാമ്പത്തിക സ്രോതസ്സുകളും എണ്ണപ്പാടകളും ഇറാൻ്റെ മിസൈൽ പരിധിയിലാണ്. ഇറാനെ ഒരു പരിധിയിൽ കൂടുതൽ സമ്മർദ്ദത്തിലാക്കിയാൽ അവർ ഗൾഫ് മേഖലയിലെ വൾണറബിൾ ആയിട്ടുള്ള ഇടങ്ങളെ ലക്ഷ്യം വയ്ക്കാനായിട്ട് സാധ്യതയുണ്ട്. ഇത് ആഗോള എണ്ണ വിപണിയെയും ലോക സാമ്പത്തിക ക്രമത്തെയും തന്നെ തകിടം മറിക്കും. ഒരു രാജ്യത്തെ അളം മുട്ടിച്ചാൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ പ്രവചനാതീതമായിരിക്കും. ഡൊണാൾഡ് ട്രംപിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഉപദേശകരുടെയും നയങ്ങളാണ് ഈ സംഘർഷത്തെ ഇത്രത്തോളം വഷളാക്കിയതെന്ന് വലിയൊരു വിഭാഗം വിശ്വസിക്കുന്നുണ്ട്. യുദ്ധത്തിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യമുണ്ടോ എന്ന കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തതയുണ്ട്. ഇറാനിൽ ഭരണമാറ്റം വേണോ അതോ ആണവ പദ്ധതികൾ അവസാനിപ്പിക്കണോ എന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരമില്ല. ഇസ്രയേലിൻ്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുക എന്ന ഏക ലക്ഷ്യത്തോടെയാണ് അമേരിക്ക യുദ്ധം ചെയ്യുന്നതെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു. യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാൻ അമേരിക്ക ആഗ്രഹിക്കുമ്പോൾ അത് നീട്ടിക്കൊണ്ടുപോയി തങ്ങളുടെ പോരാട്ടവീര്യം തെളിയിക്കാനാണ് ഇറാൻ ശ്രമിക്കുന്നത്. ഇറാൻ്റെ സൈനിക പ്രത്യാക്രമണങ്ങളുടെയൊക്കെ തന്നെ മൂർച്ച കുറയുന്നുണ്ടോ എന്നുള്ള ചോദ്യം പലരും ഉയർത്തുന്നുണ്ട്. എന്നാൽ നേതൃത്വം നഷ്ടപ്പെടുമ്പോഴും താഴെത്തട്ടിലുള്ള കമാൻഡർമാർക്ക് സ്വതന്ത്രമായിട്ട് തീരുമാനമെടുക്കാൻ കഴിയുന്ന രീതിയിലാണ് ഇറാൻ്റെ സൈനിക സംവിധാനങ്ങളൊക്കെ തന്നെ ഒരുക്കിയിരിക്കുന്നത്. അലി ലാരിജാനി വധിക്കപ്പെട്ടതിന് പിന്നാലെ ഇസ്രായേലിനുണ്ടായ ക്ലസ്റ്റർ ബോംബ് ആക്രമണങ്ങൾ ഇതിനുള്ള ഉദാഹരണമാണ്. പ്രതികാരം ചെയ്യുമെന്ന് ഇറാൻ പ്രഖ്യാപിക്കുമ്പോൾ അത് വെറും വാക്കല്ലെന്ന് കഴിഞ്ഞ ദിവസങ്ങളിലെ സംഭവങ്ങൾ തന്നെ തെളിയിക്കുകയാണ്. ഓരോ ആൾനാശത്തിനും പകരമായി ശക്തമായ തിരിച്ചടികൾ നൽകാനായിട്ട് ഇറാൻ ഇപ്പോഴും സജ്ജമാണ്. ഈ യുദ്ധം ആത്യന്തികമായിട്ട് ആർക്ക് ഗുണം ചെയ്യും എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം നടന്ന ഒരു യുദ്ധത്തിലും ഒരുപക്ഷം പൂർണ്ണമായി വിജയിക്കുകയോ തോൽക്കുകയോ ചെയ്തിട്ടില്ല. റഷ്യ ഉക്രൈൻ യുദ്ധത്തെ പോലെ ഇതൊരു ദീർഘകാല സംഘർഷമായി മാറാനാണ് സാധ്യത. ഇതിൽ വിജയം അവകാശപ്പെടാൻ രണ്ട് കൂട്ടർക്കും കഴിഞ്ഞേക്കാം. അമേരിക്കയ്ക്ക് തങ്ങളുടെ മിസൈൽ കരുത്തും ടാർഗറ്റ് കില്ലിങ്ങും ഒക്കെ തന്നെ വിജയിച്ചുവെന്ന് പറയാൻ സാധിക്കും. എന്നാൽ തങ്ങളുടെ രാജ്യത്തെ തകർക്കാൻ വൻ ശക്തികൾക്ക് കഴിഞ്ഞില്ല എന്നത് ഇറാൻ്റെ വിജയമായി അവരും ഉയർത്തിക്കാട്ടാം. പക്ഷേ വിജയഘോഷങ്ങൾക്കിടയിലും യഥാർത്ഥത്തിൽ ഇവിടെ പരാജയപ്പെടുന്നത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ തന്നെയാണ്. ഇറാനിലെ സാധാരണ ജനതയും ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ഇന്ത്യയിലെ പ്രവാസികളും ഈ യുദ്ധത്തിൻ്റെ നേരിട്ടുള്ള ഇരകളാണ്. ഗൾഫ് രാജ്യങ്ങളുടെ ഇക്കോണമി തകരുന്നത് അത് ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതം വഴിമുട്ടിക്കാനായിട്ട് കാരണമായി മാറും. എണ്ണവില വർധനവ് ലോകമെമ്പാടുമുള്ള ദരിദ്ര രാജ്യങ്ങളെ ബാധിക്കും. മാനുഷികമായിട്ടുള്ള വലിയൊരു ദുരന്തത്തിലേക്കാണ് ഈ യുദ്ധം വിരൽ ചൂണ്ടുന്നത്. ഇറാനിലെ ജനതയെ സ്വേച്ഛാധിപത്യത്തിൽ നിന്ന് മോചിപ്പിക്കാനാണ് ഈ യുദ്ധമെന്ന് അമേരിക്ക അവകാശപ്പെടുമ്പോഴും പ്രായോഗികമായിട്ട് അവർ നേരിടുന്നത് പട്ടിണിയും മരണവുമാണ്. ഇത് യുദ്ധത്തിൻ്റെ ധാർമ്മിക വശങ്ങളെ ചോദ്യം ചെയ്യുകയാണ്. ഈ യുദ്ധം അവസാനിപ്പിക്കാൻ മധ്യസ്ഥ ശ്രമങ്ങളൊക്കെ തന്നെ നടക്കുന്നുണ്ടെങ്കിലും ഒന്നും ഇതുവരെ ഫലം കാണുന്നില്ല. അമേരിക്കയും ഇസ്രയേലും തങ്ങളുടെ മുൻപോട്ടുള്ള നീക്കങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകാൻ തയ്യാറുമല്ല. ഇറാനാകട്ടെ തങ്ങളുടെ ആത്മവീര്യം പണയപ്പെടുത്തിക്കൊണ്ട് ഒരു കീഴടങ്ങലിനും തയ്യാറല്ല താനും. ഈ ഒരു വാശി അത് ലോകത്തെ മൂന്നാം ലോക മഹായുദ്ധത്തിൻ്റെ വക്കിലേക്കാണോ തള്ളിവിടുന്നത് എന്ന ആശങ്ക പ്രബലമാണ്. അന്താരാഷ്ട്ര സംഘടനകൾക്കും ഈ വിഷയത്തിൽ കാര്യമായ ഇടപെടലുകൾ നടത്താനായിട്ട് സാധിക്കുന്നില്ല എന്നത് സമാധാന പ്രേമികളെ പോലും ആശങ്കപ്പെടുത്തുന്നുണ്ട്. ചുരുക്കത്തിൽ ഇറാന് മേലുള്ള ആക്രമണം അമേരിക്കയും ഇസ്രയേലും വിചാരിച്ചതുപോലെ എളുപ്പത്തിൽ അവസാനിക്കില്ല എന്ന് ഇപ്പോൾ ഉറപ്പായിരിക്കുകയാണ്. ഇപ്പോൾ യുദ്ധം 4-ാം ആഴ്ച പിന്നിടുമ്പോൾ പ്രതിരോധത്തിൻ്റെ പുതിയ മുഖങ്ങൾ ഇറാൻ പുറത്തെടുക്കുകയാണ്. സൈനിക വിജയത്തേക്കാൾ ഉപരിയായിട്ട് ഒരു ജനതയുടെ അതിജീവന പോരാട്ടമായിട്ട് ഇത് മാറിയിരിക്കുകയാണ്. ഏതായാലും വരും ദിവസങ്ങളിൽ സംഘർഷം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിക്കുമോ അതോ ലോകശക്തികൾ ഒത്തുതീർപ്പിന് തയ്യാറാകുമോ എന്നതാണ് ഇനി കണ്ടറിയേണ്ടത്. അത്യധികമായിട്ട് ഈ യുദ്ധം എന്തിനു വേണ്ടിയായിരുന്നുവെന്ന ചോദ്യത്തിന് ചരിത്രം ക്രൂരമായിട്ടുള്ള ഉത്തരങ്ങൾ ഒരുപക്ഷെ നൽകിയേക്കാം.